അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയതായി പ്രഖ്യാപിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നിക്ഷേപത്തോടെ അമേരിക്കയിൽ ഒരു പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രഖ്യാപനം ഒരു സാധാരണ ബിസിനസ് വാർത്ത മാത്രമല്ല, ഇന്നത്തെ ലോകത്തിന്റെ യുദ്ധ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയം കൂടിയായി മാറും. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 50 വർഷത്തിനിടെ യുഎസിൽ ആദ്യമായി പുതിയ എണ്ണ ശുദ്ധീകരണശാല തുറക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ടെക്സാസിലെ ബ്രൗൺസ്വില്ലിയിലാവും പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ വലിയ നിക്ഷേപം നടത്തുന്നതിന് ഇന്ത്യയിലെ പങ്കാളികൾക്കും പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഊർജ്ജ കമ്പനിയായ റിലയൻസിനും നന്ദിയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്ക ഫസ്റ്റ് റിഫൈനിംഗ് എന്ന കമ്പനിക്ക് കീഴിലാണ് ടെക്സാസിൽ പുതിയ എണ്ണ ശുദ്ധീകരണശാല ആരംഭിക്കുന്നത്. 2024 ദിനം പ്രതി 1,60,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച എലമെന്റ് ഫ്യൂവൽസ് എന്ന പദ്ധതിയാണ് ഈ പുതിയ പേരിൽ വരുന്നതെന്നാണ് റിപ്പോർട്ട്. ഈ വർഷം 2ാം പാദത്തിൽ തന്നെ പുതിയ എണ്ണ ശുദ്ധീകരണശാലയുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. ഇവിടെ നിന്നുള്ള ഇന്ധന വിൽപ്പനയ്ക്കായി 20 വർഷത്തെ കരാറിൽ ഇതിനോടകം ഒപ്പുവെച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഈ കരാറിൽ റിലയൻസും ഭാഗമാണെന്നാണ് വിവരം. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ചോ യുഎസിലെ നിക്ഷേപത്തെക്കുറിച്ചോ റിലയൻസ് പ്രതിനിധികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഊർജ്ജ മേഖലയിൽ യുഎസിന്റെ മേധാവിത്വം ഉറപ്പാക്കുക എന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ നയത്തിന്റെ ഭാഗമായാണ് ടെക്സാസിലെ പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുന്നത്. യുഎസിൽ നിലവിലുള്ള ഭൂരിഭാഗം എണ്ണ ശുദ്ധീകരണശാലകളും വളരെയേറെ പഴക്കമുള്ളവയാണ്. മാത്രമല്ല, ഇവയിൽ ചിലതെല്ലാം അടുത്ത കാലത്ത് അടച്ചുപൂട്ടുകയും ചെയ്തു. പരിസ്ഥിതി അനുമതികൾ അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം കുറെ വർഷങ്ങളായി പുതിയ എണ്ണ ശുദ്ധീകരണശാലകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ടെക്സാസിൽ എല്ലാ അനുമതികളും നേടി പുതിയ എണ്ണ ശുദ്ധീകരണശാല വരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് എണ്ണവില കുത്തനെ കൂടുന്നതിനിടെയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. ലോകം ഇപ്പോൾ സാമ്പത്തികവും സൈനികവുമായ മത്സരങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. വിവിധ മേഖലകളിൽ അമേരിക്ക തങ്ങളുടെ ശക്തി ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും വ്യവസായ ശേഷിയും ശക്തിപ്പെടുത്തുന്ന ഏത് നിക്ഷേപവും ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശക്തികളിൽ ഒന്നായ റിലയൻസ് അമേരിക്കയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നു എന്ന വാർത്ത ചിലർക്ക് ആശങ്ക ഉയർത്തുന്നതും സ്വാഭാവികമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മുമ്പത്തേക്കാൾ ശക്തമായി വളർന്നു എന്നത് വസ്തുതയാണ്. പ്രതിരോധ കരാറുകൾ, സാങ്കേതിക സഹകരണം, വ്യാപാര ഉടമ്പടികൾ എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളും കൂടുതലെടുത്തു. എന്നാൽ ഈ അടുപ്പം ഇന്ത്യയുടെ താല്പര്യത്തിനായാണോ അതോ അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് ഇന്ത്യ പരോക്ഷമായി പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഒരു വശത്ത് ഇന്ത്യ തന്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി ലോകമെമ്പാടും നിക്ഷേപം വ്യാപിപ്പിക്കുകയാണ്. ഇന്ത്യൻ കമ്പനികൾ ആഗോള വിപണിയിൽ ശക്തി പ്രകടനം നടത്തുന്നത് സ്വാഭാവികമായ സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമാണ് എന്ന് ചിലർ വാദിക്കുന്നു. പക്ഷേ മറ്റൊരു വശത്ത് ആ നിക്ഷേപങ്ങൾ ശക്തമായ ജിയോ പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമാകുന്നുവോ എന്ന സംശയം പലർക്കുമുണ്ട്. അമേരിക്കയുടെ ഊർജ്ജ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളിൽ ഇന്ത്യ മൂലധനം ഇടപെടുമ്പോൾ അതിന് രാഷ്ട്രീയ അർത്ഥങ്ങൾ ഉണ്ടാകാതെ പോകില്ല. പ്രത്യേകിച്ച് ലോകം പല യുദ്ധങ്ങളും സംഘർഷങ്ങളും നേരിടുന്ന ഈ സമയത്ത് സാമ്പത്തിക കൂട്ടുകെട്ടുകൾ പോലും ഒരു രാജ്യത്തിന്റെ ആഗോള നിലപാടിനെ സൂചിപ്പിക്കുന്നതായി പല വിശകലനങ്ങളും പറയുന്നു. ഇന്ത്യൻ പ്രവാസികളും ഈ ചർച്ചയിൽ പലപ്പോഴും ഉൾപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിൽ വലിയ സ്വാധീനം നേടിയ ഇന്ത്യൻ വംശജർ ബിസിനസ്സിലും സാങ്കേതിക മേഖലയിലും നിർണായക സ്ഥാനങ്ങളിലെത്തി. അവരുടെ വിജയങ്ങൾ ഇന്ത്യക്ക് അഭിമാനകരമാണ്. എന്നാൽ ചില വിമർശകർ പറയുന്നത് ഈ ശക്തമായ സാമ്പത്തിക നെറ്റ്വർക്ക് അമേരിക്കയുടെ ആഗോള ശക്തിയെ കൂടുതൽ ഉറപ്പിക്കുന്നതിൽ പങ്കുവഹിക്കാമെന്നതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയുടെ നിക്ഷേപം മുഴുവൻ രാജ്യത്തിന്റെ രാഷ്ട്രീയ നിലപാടായി കാണുന്നതും അതിനെ ലളിതമായി സഹായം എന്ന് വിശേഷിപ്പിക്കുന്നതും പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ന്യായീകരണമായിരിക്കും. അതിനാൽ റിലയൻസ് അമേരിക്ക പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച ഒരു വലിയ ചോദ്യം ഉയർത്തുന്നു. ആഗോള ശക്തികളുടെ മത്സരത്തിൽ ഇന്ത്യ തന്റേതായ സ്വതന്ത്ര നിലപാട് ഉറപ്പിക്കുമോ, അല്ലെങ്കിൽ വലിയ ശക്തികളുടെ സാമ്പത്തിക തന്ത്രങ്ങളിൽ ഒതുങ്ങിപ്പോകുമോ? അതിന്റെ ഉത്തരമാണ് ഭാവിയിലെ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്ഥാനം നിർണ്ണയിക്കുക.